ഇത്രയും നന്ദിയില്ലാത്ത ഒരു സ്ത്രീയാണല്ലോ ആദില. അനുമോളെ വടയക്ഷി എന്ന് വിളിച്ചു. കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞത് ഞാൻ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇന്നലെ രാത്രിയിൽ ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അനുമോളും ഷാനവാസും സാവുമാനും അനീഷും കൂടെ ഫുഡ് കഴിക്കുക. അപ്പോൾ ആ ഡൈനിങ് ടേബിളിൽ അനീഷ് മാത്രം മാറിയിരിക്കുന്നു. നമ്മുടെ സാവുമാൻ്റെ അടുത്താണ് അനുമോൾ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. തൊട്ടടുത്ത് ഷാനവാസും ഉണ്ട്. ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. മാറിയിരിക്കുകയാണ് ആദിലയും നൂറയും. അപ്പോൾ ഈ ആദിലയും നൂറയും അവിടെ നിന്ന് അതിൽ പ്രത്യേകിച്ച് ആദില സാവുമാനോട് പറയുന്നുണ്ട്, സാവുമാനെ തൊട്ടടുത്തിരിക്കുന്ന വടയക്ഷിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, സാവുമാനെ ആ പ്ലേറ്റിലേക്ക് നീ വടയക്ഷിയുടെ പ്ലേറ്റിലേക്ക് നീ വീണ് കഴിഞ്ഞാൽ ഞങ്ങളാരും എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അനുമോളെ. അനുമോളെ ഒരക്ഷരം, സത്യം പറയാം, ഒരക്ഷരം മിണ്ടിയില്ല. ഒരക്ഷരം മിണ്ടാതെ ഫുഡ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അനീഷ് ഇതെല്ലാം കേട്ടോണ്ട് അനീഷും ഫുഡ് കഴിക്കുന്നുണ്ട്. സാവുമാനും വലിയ മിണ്ടുന്നില്ല. മാക്സിമം പിന്നെ എന്തൊക്കെയോ ഒരു പാവമൊക്കെ വെച്ച് ഇവർ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൽ അനുമോളെ വടയക്ഷി എന്നൊക്കെ പറഞ്ഞ് ഇവർ കളിയാക്കുന്നുണ്ട്. മാക്സിമം അനുമോളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ആദില ഇതിനു മുന്നേ ഒരു 5 മണിക്കൂർ മുന്നേ അവിടെ ഒരു ടാസ്ക് നടന്നു. അക്ബറും ഈ ആദിലയും അനുമോളും അനുമോളും കൂടെ. ആ ടാസ്കിൽ അനുമോളാണ് ആദിലെ രക്ഷപ്പെടുത്തിയത്. ആദിലെ ആ കാറിനുള്ളിൽ ഓടി ഇരുന്ന കാറുണ്ടല്ലോ, 1 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരണം. ആ കാറിനുള്ളിൽ കയറി അനുമോൾ ഫ്രണ്ടിലിരുന്ന് കുറേ കളക്ട് ചെയ്തു പൈസ. അക്ബർ കുറേ ടിക്കിയിൽ നിന്നിട്ട് കളക്ട് ചെയ്തു. നടുക്കിരുന്ന് കളക്ട് ചെയ്തത് നമ്മുടെ ആദിലയാണ്. ആദിലേക്ക് ഒരു ഇതേ കിട്ടിയുള്ളൂ. ഈ ആദില എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇത് കഴിഞ്ഞിട്ടും ഈ സമയം ആയിക്കൊണ്ടിരുന്നപ്പോൾ അതിലെ അവിടെ നിന്ന് തന്നെ ഇരിക്കുവാണ്. അനുമോൾ പറഞ്ഞടി വാടി സമയം പോകുന്ന പറഞ്ഞ് വിളിച്ചോണ്ട് ഇവിടെ രക്ഷപ്പെടുത്തുമായിരുന്നു. അല്ലെങ്കിൽ അതിൽ ഔട്ടായി പോയാൽ. ആ ഒരു നന്ദിയില്ലാത്ത ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. ഈ ഒരു നന്ദിയില്ലാത്തവൾ അവിടെ നിന്നിട്ട് വിളിക്കുകയാണ് വടയക്ഷി എന്നും ഒക്കെ പറഞ്ഞ് ഇത് പ്രൊവോക്ക് ചെയ്യുകയാണ്. ഇവർക്ക് അനുമോളെ എന്ത് വേണേലും പറയാം. അനുമോൾക്ക് ഇവരെ ഒന്നും പറയാൻ പറ്റിയല്ല. PR വർക്ക് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. മാറിയെന്ന് കുറ്റം പറയുക, എന്ത് വേണേലും കരച്ചിൽ അഭ്യാസം എന്നൊക്കെ കളിയാക്കുക, ഇതൊക്കെ ചെയ്യാം. അനുമോൾക്ക് ഒന്നും പറയാൻ പറ്റിയല്ല. അനുമോളൊന്ന് പറഞ്ഞു പോയി, അനുമോളൊന്ന് ഇവരോടൊന്ന് പറഞ്ഞു പോയി, നീ നൂറ ഇവിടെ നിൽക്കുന്നത് ഇതിൻ്റെ ഫൈനലിൽ കയറിയതിൻ്റെ അഹങ്കാരമാണ്. അതങ്ങോട്ട് ഏറ്റെടുത്ത് ഇത്രയുള്ള അനുമോൾ പറഞ്ഞു. അല്ല ഇവരുടെ മാറിയുന്ന അനുമോൾ ഇവരുടെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇവർ പലപ്പോഴായിട്ട് അനുമോളെ പലവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. അക്ബറുടെയൊക്കെ മുന്നിലേക്ക് ഓരോ കാരണം പറഞ്ഞ് ഇട്ട് കൊടുക്കുകയും പലപ്പോഴായിട്ട് ഇവരെയൊക്കെ കൂട്ടം കൂടി നിന്ന് ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നന്ദിയില്ലാത്ത വ്യക്തിയാണ് ആദില എന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ കൂടുതൽ അപ്പം എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു, ബൈ ബൈ.